Android programming. Dear students, in the last class we will discuss about fundamental components, views, activities, fragments, indent, content providers, service, and Android manifest.xml. Okay, today we will discuss about development environment. എങ്ങനെ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യുന്ന എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം, അത് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ജാവ SE, ജാവ സ്റ്റാൻഡേർഡ് എഡിഷൻ, JDK ഇൻസ്റ്റാൾ ചെയ്യണം. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് കിറ്റ്, ജാവ ഡെവലപ്മെന്റ് കിറ്റ്, SDK എന്ന് പറയാറുണ്ട് അല്ലെ, ജാവ SDK. അത് നമുക്ക് JDK ഡൗൺലോഡ് ചെയ്യാം. ദാറ്റ് ഈസ് ജാവ ഡെവലപ്മെന്റ് കിറ്റ്. JDK 5.0 ഓർ 6.0 ലേറ്റസ്റ്റ് വെർഷൻ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ മിനിമം റിക്വയർമെന്റ്സ് 5.0 എങ്കിലും വേണം. ഓക്കെ, then Android SDK, Android സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്. SDK എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് നമുക്ക് വെർഷൻ 1.6 to 9 അല്ല, ഇപ്പോൾ 11 വരെ ഇറങ്ങിയിട്ടുണ്ട്. 1.6 എന്ന് പറഞ്ഞാൽ ഫ്രോയോ വെർഷൻ ആണ്. നമുക്ക് ഇതിൽ ഏത് വെർഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4.0 പറഞ്ഞാൽ കിറ്റ്കാറ്റ് വെർഷൻ യൂസ് ചെയ്യാം. 6.0 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാഷ്മെല്ലോക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഡിവൈസിൽ, ഏത് ഡിവൈസിലുണ്ടാകുന്നുണ്ട് അതിന്റെ SDK ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം. ഓക്കെ, സോ ഏതെങ്കിലും ഒരു SDK ഡൗൺലോഡ് ചെയ്യുക. ദെൻ അതിനുശേഷം ഡെവലപ്പിംഗ് എൻവയോൺമെന്റ്, ദാറ്റ് ഈസ് എക്ലിപ്സ് 3.5 ഓർ ഹയർ. മിനിമം 3.5 എങ്കിലും വേണം, എങ്കിലേ മാത്രമേ ആൻഡ്രോയിഡ് SDK സപ്പോർട്ട് ആവുള്ളൂ. എക്ലിപ്സിലാണ് യൂസ് ചെയ്യുന്ന സിലബസ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എക്ലിപ്സിന് സപ്പോർട്ട് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആൻഡ്രോയിഡ്. എനിവേ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എക്ലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്റർഫേസ് എക്ലിപ്സ് ആണ്. നമുക്ക് പല ഡിവൈസസിലും എക്ലിപ്സ് ലോഡ് ചെയ്ത് വരുള്ളൂ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നല്ല കപ്പാസിറ്റിയുള്ള ഡിവൈസസിൽ മാത്രമേ ലോഡ് ചെയ്ത് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എക്ലിപ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ഇൻസ്റ്റാൾ JDK, ജാവ ഡെവലപ്മെന്റ് കിറ്റ്, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ ജാവ ഇൻസ്റ്റാൾ ചെയ്താൽ JDK ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാത്ത് സെറ്റ് ചെയ്യണം അല്ലെ. എൻവയോൺമെന്റ് വേരിയബിൾ പോയിട്ട് പാത്ത് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡോസ് പ്രോംപ്റ്റ് പോയിട്ട് നമുക്ക് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ വീഡിയോ. അപ്പൊ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കാണാം. ശേഷം ഇൻസ്റ്റാൾ എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. എക്ലിപ്സ് ഒന്നെങ്കിൽ കോപ്പിഡ് ഫയൽ ആയിരിക്കും, അല്ലെങ്കിൽ റാർ ഫയൽ ആയിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. ഇനി ഇൻസ്റ്റാളേഷൻ ഫയൽ ആണെങ്കിൽ, സെറ്റപ്പ് ഫയൽ ആണെങ്കിൽ കിട്ടുന്നെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിന്റെ വെർഷൻ നോക്കിയാൽ 3.5 ഓർ ഹയർ. ഓക്കെ, ദെൻ അത് സെറ്റ് ചെയ്യുമ്പോൾ ശേഷം അത് ഓപ്പൺ ആകുമ്പോൾ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാൻ ചോദിക്കും. ഫസ്റ്റ് തന്നെ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്ത് വെക്കേണ്ടത്, അതിന് വർക്ക് സ്പേസ് എന്ന് പറയും. ആ വർക്ക് സ്പേസിന്റെ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എക്ലിപ്സ്. ഓക്കെ, ദെൻ ഇൻസ്റ്റാൾ SDK, ആൻഡ്രോയിഡ് SDK. എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ SDK ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കറക്റ്റ് SDK ഏതാണ് വേണ്ടത് ആ SDK നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് വർക്ക് ചെയ്യുക. അതും എക്സ്ട്രാക്ട് ചെയ്ത കോപ്പിയാണ് കിട്ടണമെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കുക. അതല്ല എങ്കിൽ അതിന്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ ആണെങ്കിൽ നെറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. സോ അത് ചെയ്യുമ്പോൾ അതിലും SDKയുടെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഏത് SDK എവിടെയാണ് നമ്മൾ അതിന്റെ പാത്ത് വർക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ SDKയുടെ പാത്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, JDK പാത്ത്, അതുപോലെ സെറ്റ് വർക്ക് സ്പേസ്, SDKയുടെ പാത്ത്, ഈ മൂന്നും സെറ്റ് ചെയ്താലേ മാത്രമേ ഇതൊന്ന് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ ഇന്റർഫേസ് ആണ്. ഇത് ജാവ റൺ ചെയ്യുന്ന ജാവ ക്ലാസ്സസ്, കോർ ലൈബ്രറീസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. അതായത് ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാഷ്മെലോയിലാണോ? 7.0 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നോഗട്ട് കിട്ടും. അതുപോലെ 8.0 ഓറിയോ ആണ് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ആയിട്ട് കിട്ടുക. SDK 9.0 കൊടുത്താൽ നിങ്ങൾക്ക് പൈ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 10ഉം 11 ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വെർഷൻ ഡൗൺലോഡ് ചെയ്യണോ അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് പ്ലാറ്റ്ഫോം കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് വരുന്ന കണ്ടന്റ് ആണ് ടൂൾ വിൻഡോ. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ടൂൾ വിൻഡോ അവൈലബിൾ ആയി കിട്ടും. ആ ടൂൾ വിൻഡോയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫോർ നെറ്റ്വർക്ക് കണക്ഷൻ. രണ്ട് ഡിവൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒരു നെറ്റ്വർക്ക് ബേസിലാണെങ്കിൽ അത് കണക്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ IP കോൺഫിഗ് ഇൻ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് IP കോൺഫിഗ് സെറ്റ് ചെയ്തിട്ട് കണക്ടിവിറ്റി ചെയ്യാം. അതായത് രണ്ട് വിൻഡോ നമ്മൾ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ട് അതിന്റെ പാക്കേജ് സെൻഡ് ആവുന്നുണ്ടോ റിസീവ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ IP കോൺഫിഗ് കമാൻഡ്സും കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ദാറ്റ് ഈസ് ടൂൾ വിൻഡോ. നെക്സ്റ്റ് വരുന്ന കേസസ് ആണ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ടൂൾ. ഏതൊക്കെ ടൂളാണ് വരുന്നത്? എക്ലിപ്സ് പ്ലഗിൻ. എക്ലിപ്സിൽ ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പ്ലഗിൻസ് നെറ്റും ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ക്രോം ബ്രൗസറിലൊക്കെ നമുക്ക് അതിന് ആവശ്യമുള്ള സെറ്റിംഗ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട് വെബ് സ്റ്റോറിന് അല്ലെ. ഏതാണോ ആഡ് ഓൺ ചെയ്യേണ്ടത് അതിന്റെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ പ്ലഗിൻസ് ആഡ് ചെയ്യാം. അതുപോലെ ഇതും ഒരു സോഫ്റ്റ്വെയർ ആണ് എക്ലിപ്സ്. അത് നമുക്ക് ആവശ്യമുള്ള പ്ലഗിൻസ് നമുക്ക് നെറ്റും ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഡെവലപ്മെന്റ് ടൂൾസ്. ദെൻ യൂസർ ടു ബിൽഡ് ആൻഡ് ആപ്ലിക്കേഷൻ. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനാണ്. ഡെവലപ്മെന്റ് ടൂൾസ് യൂസ് ചെയ്യുന്നതെല്ലാം
ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള കണ്ടന്റുകൾ ഉണ്ടായി. ദെൻ ദ തേർഡ് വൺ, ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസസ്. ഈ ഒരു വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. അതായത് റെപ്രസെന്റ്സ് എ ഡിവൈസ് കോൺഫിഗറേഷൻ. നമുക്ക് ഈ ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണ്ടേ, എന്നിട്ടല്ലേ റിയൽ ഡിവൈസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ വെർച്വൽ ഡിവൈസ് അവൈലബിൾ ആണ്. ഏതെല്ലാം ടൈപ്സ് ഫോണുകൾ അവൈലബിൾ ആണോ ആ ഫോണുകളുടെ ഡീറ്റെയിൽസ് വരും. അതുപോലെ ടാബ്ലറ്റുകൾ ഉണ്ടോ ആ ടാബ്ലറ്റിന്റെ ഡിവൈസസിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് വരും. സ്മാർട്ട് വാച്ചും കൂടെ അവൈലബിൾ ആണ് ഇപ്പോൾ. അതുപോലെ ക്ലോത്ത്, ഷൂ, ഇതെല്ലാം സ്മാർട്ട് ആയിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ഒക്കെ ആ ഡിവൈസിലോട്ടുള്ള ഒരു ഇന്റർഫേസ് അവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫോണാകുമ്പോൾ ഫോണിന്റെ ഒരു ഇന്റർഫേസ് അവിടെ വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വെർച്വൽ ഡിവൈസ് ആയിരിക്കും. അതിൽ ആദ്യം വർക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എന്നിട്ട് നമുക്ക് റിയൽ ഡിവൈസിൽ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസർ ടു ടെസ്റ്റ് ആൻ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെ ഒരു വെർച്വൽ ഡിവൈസിലിട്ട് വർക്ക് ചെയ്ത് നോക്കും. അത് ഓക്കെ ആണെങ്കിൽ മാത്രം റിയൽ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് റണ്ണിങ് ഓൺ റിയൽ ഡിവൈസ്. റിയൽ ഡിവൈസിൽ നമുക്ക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന എന്ത് വേണം, ഇൻസ്റ്റാൾ USB ഡ്രൈവർ. ഇവ പ്ലഗിൻസ് ആഡ് ചെയ്യുന്ന പറയല്ലേ, ഇതുപോലെ ഒരു പ്ലഗിൻ ആണ് USB ഡ്രൈവർ പ്ലഗിൻ ആഡ് ചെയ്യുക. അതിനുശേഷം ആ ഡിവൈസ് ഏത് ഡിവൈസ് ആണോ ആ ഡിവൈസിൽ എനേബിൾ USB ഡീബഗിങ്. USB ഡീബഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ. അത് എന്ത് ചെയ്യണം, ഡെവലപ്പർ ഓപ്ഷനിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അബൌട്ട് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് USB ഡീബഗിങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആ ഡിവൈസ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തതിനു ശേഷം അതിൽ വെച്ചിട്ട് റൺ ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഡെവലപ്പിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞത്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പഠിക്കാം. താങ്ക് യു.